എന്താ ശാന്തത ഇവിടെ വെച്ച് റിവ്യൂ ചെയ്യാം. ഹായ് ഹലോ രാംസോളിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ 2025 ബജാജിൻ്റെ RS200 ആണ്. നമ്മുടെ പഴയ RS200 അപേക്ഷിച്ച് കുറേയേറെ ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ പുതിയ RS200 വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെയിൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു ഗ്ലോസി റെഡ്, ഗ്ലോസി ബ്ലാക്ക്, പിന്നെ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് സ്കീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കർ വൈസ് കാണാൻ പറ്റും. ഇതൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ പുതിയ RS200 അത്യാവശ്യം നല്ല സ്റ്റൈലിങ്ങിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബജാജ്. ഇത്തവണ നമ്മുടെ RS200 നമുക്കിൻ്റെ ഫ്രണ്ട് ഹെഡ് സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി പഴയ ഹെഡ് സെക്ഷൻ്റെ ലുക്സൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആ പഴയ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് മാറ്റി കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇത്തവണ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഓൾറെഡി LED ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ LED ഹെഡ്ലൈറ്റ്സ് മാത്രമല്ല, പഴയ ഒരു കോൺട്രവേഴ്ഷ്യൽ സംഭവമായ അതിൻ്റെ ടെയിൽ സെഷൻ ഇത്തവണ അവർ ബജാജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിമാലയൻ 450 കാണുന്ന പോലത്തെ സിംപ്ലി ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് സെഷനാണ് ഇത്തവണ കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ടെയിൽ ലൈറ്റ്സും കംപ്ലീറ്റ്ലി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരു സിമ്പിൾ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ലീക്ക് ഡിസൈനാണ് ഇത്തവണ ബജാജ് കൊടുത്തേക്കുന്നത്. ഐ മീൻ ലുക്ക് വൈസ് മാത്രമല്ല, വർക്കിങ്ങും അനങ്ങുന്നില്ല. കണ്ടോ, അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഇത്തവണ ബജാജ് RS ടെയിൽ സെഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ക്ലീൻ ഫിനിഷാണ് ഇവിടുത്തെ. ഈ സിമ്പിൾ ഗ്യാപ്പ് ആയ പോലെ അത്യാവശ്യം എന്ത് നീറ്റായിട്ട് അവർ ബിൽഡ് ചെയ്തേക്കണം. ഐ കംപ്ലീറ്റ്ലി ലവ് ദ വേ ആ ടെയിൽ സെഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ടെയിൽ സെഷൻ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ബജാജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടെയിൽ സെഷൻ വിട്ടുപിടിക്കുമ്പോൾ വേറെ അവർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത് സൈഡ് പാനലിലാണ്. സൈഡ് പാനൽ എന്താണെന്നല്ലേ, പണ്ട് RS200 കിറ്റിൽ നമ്മുടെ സൈഡ് പാനൽ ഇവിടെ ഒരു ഗ്യാപ്പ് ആയിരുന്നു. ഐ മീൻ ഇവിടെ ഒരു ഫില്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇത്തവണ അവർ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു ബൾജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നില്ലേ, എയറോ ഡൈനാമിക്കിലാക്കാം. കുറച്ചുകൂടി എയറിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകാൻ അവർ എയറോ ഡൈനാമിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ബജാജ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ടുവന്നിരിക്കുന്നത് മാസീവ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, പഴയ നമ്മുടെ അനലോഗ് ഡിജിറ്റൽ കോമ്പിനേഷനുള്ള മീറ്റർ കൺസോൾ മാറ്റി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അത്യാവശ്യം നല്ല വെട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഈവൻ സിംഗിൾ ഡീറ്റെയിൽ, ഈ ചെറിയ അക്ഷരം പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ബജാജിന് ഒരു പ്ലസ് പോയിൻ്റ് തന്നെ കൊടുക്കണം. മീറ്റർ കൺസോളൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷന് നമുക്കിതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ ലെവൽ, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ടാക്കോമീറ്റർ വരുന്നത്, സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. കുറേ സംഭവങ്ങളുണ്ട്. ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. മീറ്റർ കൺസോളിൻ്റെ കുറേയേറെ സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി മീറ്റർ കൺസോൾ നോക്കാനാണെങ്കിൽ കുറേയേറെ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ വിട്ടിട്ട് നമുക്ക് മീറ്റർ കൺസോൾ, ഐ മീൻ നമ്മുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് പോകാം. കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ഫങ്ഷൻസാണ്, ഡിം, ബ്രൈറ്റ് എല്ലാം കൊണ്ട്. പിന്നെ ഈ സ്വിച്ച്, ഇത് നമ്മുടെ മീറ്റർ കൺസോൾ, ഐ മീൻ ആ മീറ്റർ കൺസോൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, ഇഗ്നിഷൻ്റെ സ്വിച്ചസ് കംപ്ലീറ്റ്ലി ബേസിക്കാണ്. ആകെ കൂടെ വന്ന ഈ ഒരു എക്സ്ട്രാ സ്വിച്ച് മാത്രമാണ്, അത് മോഡിൻ്റെ. ഇതിൽ മോഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, റോഡ്, റെയിൻ, ഓഫ് റോഡ്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ബജാജിൻ്റെ പൾസർ 250 ആണെന്ന് തോന്നുന്നു, NS 250. അതിൽ വന്ന പോലെ ABS-ഉമായിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു എന്തോ പറയാം, ABS-ൻ്റെ ഒരു കൺട്രോളാണ് ഈ ഒരു മോഡ് കൊണ്ട്. അല്ലാതെ പവറൊന്നും കട്ട് ചെയ്യുന്നില്ല. പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ വരുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 199.5 cc ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഒരു 24.5 PS പവറും ഒരു 18.7 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ എൻജിൻ. ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് പവറും പിടിച്ചു നിർത്താനായിട്ട് ഗ്രിമിക്ക എന്ന ബ്രാൻഡിൻ്റെ 300 mm ഫ്രണ്ട് ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. റിയർ സൈഡ് നോക്കുമ്പോൾ ഗ്രിമിക്ക എന്ന ബ്രാൻഡിൻ്റെ തന്നെ 230 mm ഒരു ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഭയങ്കര ഷാർപ്പല്ല, നമ്മുടെ KTM-ൻ്റെ ഡ്യൂക്കിൽ നിന്നും കണ്ടുവന്ന പോലത്തെ ഷാർപ്പ് അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. മോശമൊന്നും പറയാനായിട്ടില്ല കേട്ടോ. പിന്നെ അവർ വേറൊരു സംഭവം കൂടെ എക്സ്ട്രാ ഇതിൽ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ച് അത്യാവശ്യം നല്ല ലൈറ്റാണ്. ഗിയർ ചേഞ്ചിങ് ടൈമിൽ എന്തുവാ ബട്ടറി സ്മൂത്താണ് നമ്മുടെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. ടയർ ലോക്കിങ് ഇനി തൊട്ട് കാണത്തേ ഇല്ല. പിന്നെ അവർ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കുമ്പോൾ ടയർ സെഷൻ്റെ കാര്യത്തിൽ അവർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് നമ്മുടെ 100 സെഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ടുള്ളായിരുന്നു. ബട്ട് ഇത്തവണ അവർ ചേഞ്ച് ചെയ്ത് MRF-ൻ്റെ തന്നെ 110 സെഷൻ ടയേഴ്സാണ് ഫ്രണ്ട് സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. റിയർ സൈഡ് നോക്കുമ്പോൾ 140 സെഷൻ്റെ ടയേഴ്സാണ്.
ഓക്കെ, ബൈക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാനാണെങ്കിൽ ഇതൊക്കെ തന്നെ. ഇനിയും ചെറുതായിട്ട് മൈൻഡ് റൈറ്റ് ഇവിടെ ഇതുണ്ട് അതുണ്ടെന്നൊക്കെ പറയുന്ന കാട്ടി നമുക്കിതിനെ റൈഡ് ചെയ്തുകൊണ്ട് അതുകൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് റൈഡ് പോവാം. അതിനു മുന്നേ നിങ്ങൾക്ക് എക്സോസ് സൗണ്ട് കേട്ടില്ലല്ലേ? ഇതിൻ്റെ എക്സോസ് സൗണ്ട് പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഒരു ഫീൽ കിട്ടുന്ന പോലെ. സോറി, ഞാൻ വളവിലാണ്. ഇതിൻ്റെ ഭംഗി നോക്കി അപ്പം ചവിട്ടിയിലേത് ഇപ്പം വീട്ടിൽ പോകാമായിരുന്നു നേരെ. ഓക്കെ, കണ്ടില്ല ആ ഒരു റോർ പോലെ. മീറ്റർ കൺസോളൊന്ന് കാണിച്ചു തരാം. 9000 റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12,000 RPM വരെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഐ മീൻ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB പോർട്ട്. ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഐ മീൻ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഫോണിൻ്റെ ബാറ്ററിക്ക് അത് കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഫൈനലി റോഡിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അത്യാവശ്യം നല്ല കിട്ടില്ല സൗണ്ടാണ്, ഒരു അഗ്രസീവ്. നമ്മുടെ KTM Duke 200 ഓട്ടിക്കില്ലേ, അതേപോലെ ഒരു ഫീലാണ് കിട്ടുന്നത് ഇതിൻ്റെ എക്സോസ് സൗണ്ട് നമുക്ക് തരുന്നത്. ഐ മീൻ ആ ഒരു ഫീൽ തരുന്നുണ്ട് എക്സോസ് സൗണ്ടിലൂടെ. കൊള്ളാം. പിന്നെ നമുക്ക് ലൈക്ക് ബൈക്ക് ഭയങ്കര വെയിറ്റ് കുറവാണ്. ലൈക്ക് 166 കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ബൈക്കിന്. അതുകൊണ്ട് തന്നെ ബൈക്കിന് ലൈക്ക് ഭയങ്കര നിമ്പിളാണ്, വെയിറ്റ് കുറവായതുകൊണ്ടൊക്കെ തന്നെ. വേറെ എന്തോ പറയാം, ഇത് പെട്രോൾ ടാങ്ക് വരുന്നത് 13 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ്. മൈലേജ് നമുക്ക് ലൈക്ക് ഒരു 35 to 40 കിലോമീറ്റർ റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല കൈ കൊടുത്ത് ഓട്ടിക്കുവാണെങ്കിൽ, വൈസറൊന്ന് ക്ലോസ് ചെയ്യണേ, അത്യാവശ്യം നല്ല കൈ കൊടുത്ത് ഓട്ടിക്കുവാണെങ്കിൽ അതനുസരിച്ച് മൈലേജ് ഡ്രോപ്പ് ആവുന്നതുമായിരിക്കും. മിറേഴ്സ് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്, കുഴപ്പമില്ല. റൈറ്റ് സൈഡ് മിറർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ തരുന്ന ഒരു മിറേഴ്സാണ്. കോർണറിങ്, ടയർ ഗ്രിപ്പ് ഇപ്പോഴും ജസ്റ്റ് നല്ല കോൾഡായിട്ടിരിക്കുന്ന ടയേഴ്സാണ്. ഈവൻ ദ റോഡ് ഹോട്ടാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കോർണറിലോട്ട് എടുത്തു പോകാം. ഇല്ലെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ടെസ്റ്റ് റൈഡ് ബൈക്കാണ്, നമ്മുടെ ബൈക്കും പോലും അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, 3rd ഗിയർ 40 km/h. ജസ്റ്റ് ഒന്ന് 4th ഗിയർ, 5th ഗിയർ, 6th ഗിയർ. നോക്കിംഗ് ഒന്നുമില്ല ഗൈസ്. ഫോർച്യൂണർ ഫ്രണ്ടിൽ കയറിയില്ല. നോക്കിംഗ് ഒന്ന് കാണിച്ചോട്ടെ. ഫിഫ്ത്ത് ഗിയർ, 6th ഗിയർ കണ്ടല്ലോ. നോക്കിംഗ് ഒന്നുമില്ല, വണ്ടി നല്ല സ്മൂത്തായിട്ട് പിക്ക് ചെയ്ത് പോകുന്നുണ്ട് സ്പീഡൊക്കെ. ഈ ഒരു സ്പീഡിൽ 6th ഗിയറിൽ പോകുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല എൻജിൻ, അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഈ ഒരു സ്പീഡിൽ അത്യാവശ്യം നല്ല സ്ലോ സ്പീഡ് എടുക്കുന്നുണ്ടല്ലോ. കൊള്ളാം, ബൈക്ക് കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ മീറ്റർ കൺസോളിൽ ഇവിടെ ഒരു സിഗ്നൽ പോലെ കാണുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി റെഡാണ്, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ബ്ലൂ ആൻഡ് വൈറ്റോ അങ്ങനെ 2 കളർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം, കാണാനൊക്കെ ഒരു രക്ഷയില്ല. ന്യൂട്രലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സീറ്റ് ഹൈറ്റിലേക്ക് നല്ല അത്യാവശ്യം 182 184 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എഡിറ്റ് ചെയ്യുന്ന ടൈം ഇതാ ഇവിടെ ആഡ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റും കുറവുണ്ട്, മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. ലൈക്ക് 166 കിലോഗ്രാമേ ഉള്ളൂ, ബ്രേക്കിംഗ് ഉണ്ട്. എങ്ങനെ നോക്കിയാലും പുതിയ RS 200 ഒരു രക്ഷയില്ല. പക്ഷേ ഈ USD ഫോക്സ്, അതെ ഞാൻ പറഞ്ഞില്ലല്ലേ, ഇതിൽ വരുന്ന ടെലസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷൻസ് ആണ്. അത് മാറി USD സസ്പെൻഷൻസ്, അതായത് USD ഫോക്സ് വന്നിരുന്നതിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തേനെ ബൈക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആൻഡ് ഫിനിഷും. ആ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് കുറച്ചുകൂടി ഒന്ന് അഗ്രസീവ് ആക്കിയേനെ. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി താല്പര്യം USD ഫോക്സ് ആണ് ഓവർ ദി ടെലസ്കോപ്പിക്, ബിക്കോസ് ഓഫ് ദ വർക്ക് ആൻഡ് ലുക്സ്. ആ സൗണ്ട് കണ്ടില്ല, RPM ഒക്കെ കയറുന്ന ടൈം ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ ഈ RS 200 ഓടിക്കാൻ. പുതിയ RS 200 എടുക്കുന്നവരാരും ഒരിക്കലും മോശം പറയത്തില്ല. ആ റിഫൈൻമെൻ്റ് ഉണ്ട്, പവറുണ്ട്, മൈലേജ് ഉണ്ട്, ലുക്കുണ്ട്, എന്തുവാ പറയണ്ടേ. കൊള്ളാം. നല്ല ട്രാഫിക് ഉണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ടേ ഓരോരുത്തരും ഓരോ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പേടിച്ചൊക്കെ വേണം ഓടിക്കാൻ. ചേച്ചി ഇൻഡിക്കേറ്റർ ഇട്ട് പിടിച്ചു. ജസ്റ്റ് റൈറ്റ് എടുത്ത്
കണ്ടോ ആ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഇതൊരു 200cc ആയപ്പോലും ആ ഒരു എന്തോ ആ ഒരു ഭയങ്കര ചാടി നിൽക്കുന്ന ഒരു ഫീലാണ്. ഇപ്പം ഞാൻ സിംഗിൾ പില്ലിയൻ, ഐ മീൻ റൈഡർ മാത്രമേ ഉള്ളൂ, പില്ലിയനില്ല, അതുകൊണ്ടാവണം, ഐ ഡോണ്ട് നോ. എന്തായാലും ബൈക്ക് ഒരു രക്ഷയില്ല, കിടിലം തന്നെയാണ്. അതിനൊന്നും ഒരു മാറ്റമില്ല, ഞാൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റമില്ല. ആ USD ഫോക്സിൻ്റെ ഒരു കുറവ് മാത്രം. ആ കോർണറിങ് ഓക്കെ, നമുക്ക് റൈറ്റാണ് പോകാൻ. കോർണറിങ് അത്യാവശ്യം കൊള്ളാം, പക്ഷേ ഫ്രണ്ടിൽ കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് കോർണർ കിട്ടിയേനെ. സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഓക്കെ ഗൈസ്, ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്, 3rd ഗിയർ. മനസ്സിലായല്ലോ എൻ്റെ പെർഫോമൻസ്. ഞാൻ കംപ്ലീറ്റ്ലി മിണ്ടായിരിക്കുമായിരുന്നു, ബിക്കോസ് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ്. അതിൻ്റെ ഇടയ്ക്കൊന്നും ഡയലോഗ് അടിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ ഒരു റോഡായാൽ ഇതൊരു ഹൈവേ ആയാൽ പോലും ഇവിടെ നിന്ന് എപ്പോഴാണ് വണ്ടി എടുത്ത് ഫ്രണ്ട് വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നാട്ടുകാർ നടക്കുന്നതും. എന്തായാലും നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ എൻ്റെ പെർഫോമൻസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബജാജിൻ്റെ RS200 ഓഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പുതിയ ബജാജ് RS200 2025 RS200ൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.